ഒരാളുടെ മരണശേഷം അയാളുടെ വിൽപത്രമോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും അടിയന്തര ആവശ്യമുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, അതായത് അവകാശികളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സായി നൂലാമലയായി മാറിയിരിക്കുന്നതാണ് പല ആൾക്കാരും പറയുന്നത്. ഈയിടയ്ക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെ പ്രോപ്പർട്ടി വിൽപത്രപ്രകാരം തന്നെ അയാളുടെ വീട്ടിലേക്ക് മ്യൂട്ടേഷൻ നടത്തിയ പ്രോപ്പർട്ടിയിൽ പോലും മറ്റൊരാൾ വാങ്ങാൻ വന്നപ്പോൾ ബാങ്ക് ആവശ്യപ്പെട്ടത് പഴയ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റാണ്. ചില കേസുകളിലെങ്കിലും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തന്നെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന വില്ലേജ് നൽകുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റിലേഷൻ സർട്ടിഫിക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വിൽപത്രം ചില രജിസ്ട്രാർസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസേഴ്സ് നടത്തി കൊടുക്കാറുണ്ട്. പക്ഷേ ചില ബാങ്കുകൾ അല്ലെങ്കിൽ ചില ആൾക്കാർ കണ്ടുപിടുത്തം പിടിക്കും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന്. യൂഷ്വലി ഒരു 20-25 ദിവസമൊക്കെയാണ് പറയുന്നതെങ്കിലും 6 മാസവും 1 വർഷവും എടുത്ത കേസുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിനുള്ള ഫോർമാലിറ്റീസ് എന്താണെന്ന് പലർക്കും കൃത്യമായിട്ട് അറിയില്ല. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ നോർമൽ പ്രോസസ്സുകളും ഒക്കെയാണ്. മാത്രമല്ല അടിയന്തരമായി സർക്കാർ ഇതിൻ്റെ പ്രോസസ്സ് അല്പം കൂടി എളുപ്പമാക്കണം എന്നൊരു നിർദ്ദേശം കൂടെ വെക്കുകയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും ഒരാളുടെ മരണശേഷം അയാളുടെ മറ്റ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും അടിയന്തര ആവശ്യമാണ് ലീഗൽ ഹെയർസിൻ്റെ ഈ വലിയ പ്രോസസ്സുകളിനെ ഒന്ന് ലഘൂകരിക്കണം എന്ന് കൂടി ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ LHC അഥവാ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക നമ്മൾ വില്ലേജ് ഓഫീസർ വഴിയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് തഹസിൽദാർക്ക് കൊടുക്കാമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ നോർമലി എപ്പോഴും വില്ലേജ് ഓഫീസർ വഴിയാണ് നൽകുന്നത്. അക്ഷയ സെൻറ്റർ വഴിയും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന് ഒരു ഫോമുണ്ട്, ഫോം 7 എന്നാണ് ഈ ഫോമിന് പറയുക. ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ്, 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് വേണ്ടി വരും. ഇത് എല്ലാം ഒട്ടിച്ച് ആപ്ലിക്കേഷനാണ് നമ്മൾ വില്ലേജ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതല്ല ഡയറക്റ്റ് വില്ലേജ് ഓഫീസിലല്ല നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. സ്വാഭാവികമായും അവിടുത്തെ സർവീസ് ചാർജ് കൂടെ ഇതിന് വരും. ഒരു ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. പ്രധാനമായും വേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. ആ മരിച്ച ആരാണോ നമ്മുടെ പൂർവികൻ ആരായാലും ആ മരിച്ച ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഉണ്ടാവണം. ഒപ്പം തന്നെ ലീഗൽ ഹെയർസിൻ്റെ ആധാർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, റേഷൻ കാർഡ്, ഇത് തീർച്ചയായിട്ടും വേണം. റേഷൻ കാർഡ്, ആധാർ ID, വോട്ടേഴ്സ് ID എന്നിവ ഉണ്ടാകണം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട വേണ്ട ഒരു സാധനമാണ് പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ്. മരിച്ച വ്യക്തിക്ക് ഈ പറഞ്ഞ ലീഗൽ ഹെയർസുമായിട്ടുള്ള ബന്ധം തെളിയിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് തീർച്ചയായിട്ടും പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് വേണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ചില കേസുകളിലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ ജോയിൻ്റ് അഫിഡവിറ്റിനും ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണെങ്കിൽ ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യയുടെ റിലേഷൻ തെളിയിക്കാൻ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ മക്കളാണെങ്കിൽ ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. റേഷൻ കാർഡും വളരെ പൊതുവായിട്ടുള്ള ഈ മരിച്ച ആളുടെ പേരുള്ള റേഷൻ കാർഡും ഒപ്പം തന്നെ മരിച്ച ആളുടെ അഡ്രസ് പ്രൂഫും വളരെ ആവശ്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു രേഖയാണ് പർപ്പസ് സ്പെസിഫിക് പേപ്പർ. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് ആ പർപ്പസ് അതിൽ കാണിച്ചിരിക്കണം. മേ ബി ചില ബാങ്കുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാങ്കുകൾ ചോദിക്കാറുണ്ട് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇന്ന പർപ്പസിന് വേണ്ടിയാണ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്യുക. ചില കേസുകൾ പെൻഷൻ ഓഫീസിലായിരിക്കാം, പെൻഷൻ ഓഫീസിൽ ഡിപ്പെൻഡൻറ്റ് പെൻഷൻ കിട്ടുവാനായിട്ട് ആയിരിക്കാം കൊടുക്കേണ്ടി വരിക. ഇനി അതല്ലെങ്കിൽ എംപ്ലോയർക്ക് ബാക്കിയുള്ള എന്തെങ്കിലും തുക കിട്ടാൻ വേണ്ടിയായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റ്, മരിച്ചുപോയ ബാങ്ക് ഡിപ്പോസിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേക്കാം. അപ്പോൾ പെൻഷൻ, ഗവൺമെൻറ് കാര്യങ്ങൾക്കൊക്കെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വളരെ ആവശ്യമാണ്. സ്വാഭാവികമായും ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ റവന്യൂ ഇൻസ്പെക്ടർ ഒരു അന്വേഷണം ഇതിനെക്കുറിച്ച് നടത്തും. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗൽ ഹെയർസ് ആണോ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും. സ്വാഭാവികമായിട്ട് ഇതിന് നിങ്ങളുടെ വീടിനടുത്തുള്ള നെയ്ബേഴ്സിനെ വിസിറ്റ് ചെയ്യാം, മറ്റുള്ള ആൾക്കാരെയൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ കണക്ട് ചെയ്യാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ച ആളുടെ കൃത്യമായിട്ടുള്ള ലീഗൽ ഹെയർസ് ആണോ എന്ന് തെളിയിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി അവരയക്കണം. ഇങ്ങനെ അയക്കപ്പെടുന്ന റിപ്പോർട്ട് താലൂക്ക് ഓഫീസർ, താലൂക്ക് തഹസീൽദാർ പരിശോധിച്ച് വാലിഡേറ്റ് ചെയ്ത ശേഷമാണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇത് ഒരു പ്രപ്പോസൽ, ഒരു പബ്ലിക്കേഷനായിട്ട് എവിടത്തേക്ക് അയക്കണം? കേരള ഗസറ്റിലേക്ക് അയക്കണം. നമ്മുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമാണ് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിന്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിത്തിൻ 13 days ലീഗൽ ഈ പറഞ്ഞ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരികയും
ചില കേസുകളിലെങ്കിൽ പത്രത്തിലൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ അത്തരത്തിൽ 30 ദിവസത്തിന് ശേഷം അവിടെ ഗസറ്റ് നോട്ടിഫിക്കേഷന് ശേഷം മറ്റ് എതിർപ്പുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് ഈ പറഞ്ഞ ലീഗൽ കേസ്. ഇന്ന ആൾക്കാരാണ് ഇതിനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരികയും അങ്ങനെ എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ വാലിഡായിട്ടൊരു ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തഹസീൽദാർ ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമ്മുടെ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. പറയുമ്പോൾ നമുക്ക് ഒരു 15, 30, 40 ദിവസങ്ങളുടെ പ്രോസസ്സേ ഉള്ളെന്നാണ് നിയമം പറയുന്നതെങ്കിലും 1 വർഷം വരെ എടുക്കുന്ന പ്രോസസ്സായിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വലിയ ഒരു തൊന്തരവായിട്ട് വന്നിരിക്കുകയാണെന്ന് പല ആൾക്കാരും പറയുന്നത്. ഇനി കൈക്കൂലി കൊടുത്താൽ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇതുവരെ അത്തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പല കേസുകളിലും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളുടെ ഒരു കെട്ടിക്കിടക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 15-45 ദിവസത്തിനുള്ളിൽ നമുക്ക് തരണമെന്ന് പറയപ്പെടുന്ന ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിനായിട്ട് 1 വർഷം വരെ ഇത്ര വലിയ പ്രോസസ്സ് മൂലം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടി ലളിതമാക്കുകയും കുറച്ചുകൂടി അഗ്രസീവ് ആക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്താൽ 1-2 മാസം, അതിനപ്പുറത്തേക്ക് 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഒരു വിൽപത്രം മാറ്റി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് അവകാശികൾക്ക് അവരുടെ സ്വത്തോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ല. ഇനി പലപ്പോഴും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഒരു കടുംപിടുത്തമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വലിയ ഓഫീസറുടെ മതി, അല്ലെങ്കിൽ റിലേഷൻ സർട്ടിഫിക്കറ്റ് മതിയാകും. പക്ഷേ ചില കേസുകളെങ്കിലും ചില ബാങ്കുകളെങ്കിലും ചില ഉദ്യോഗസ്ഥരെങ്കിലും ചില രജിസ്ട്രാർസ് എങ്കിലും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സ് നടക്കൂന്ന് കടുംപിടുത്തം പിടിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ സമയദൈർഘ്യത ഒന്ന് കുറച്ച് കിട്ടണം. അത് വലിയ അത്യാവശ്യമാണ് പ്രിയപ്പെട്ട ഈ പറഞ്ഞ ഓരോ ലീഗൽ ഹെയർസിനും എന്നുകൂടെ അഭ്യർത്ഥന വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കിട്ടുവാനുള്ള പ്രോസസ്സുകൾ, സമയവും. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.